പത്തനംതിട്ടയിലെ ചരൽക്കുന്ന് സ്വദേശികളായ ലക്ഷ്മി ജയേഷ് ദമ്പതികളുടെ ഒരു വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. ഇവരുടെ കൂടെ ജോലി ചെയ്തിരുന്നത്, അതായത് ജയേഷിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന പത്തനംതിട്ടക്കാരനായ ഒരു യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. ഓണത്തിന് ഭക്ഷണം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു വരുന്നതാണ്. വിളിച്ചു വന്നതിന് ശേഷം വീട്ടിൽ കൊണ്ടുവന്ന് ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു, കെട്ടിത്തൂക്കിയിടുന്നു, ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ അടിക്കുന്നു, പെപ്പർ സ്പ്രേ മുഖത്തുമൊക്കെ അടിക്കുന്നു. മൊത്തത്തിൽ ഒരു സൈക്കോ ദമ്പതികളുടെ പ്രവർത്തനമാണ് നടത്തിയത്. ക്രൂരമായി മർദ്ദിച്ച ശേഷം യുവാവിനെ വഴിയിൽ എവിടെ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് ഓട്ടോ ഡ്രൈവർമാരാണ് പിന്നെ ഇയാളെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? ഇത് പ്രത്യക്ഷമായിട്ട് ഇതിന് രണ്ട് രീതിയിൽ നമ്മൾ കാണുന്നതിന് ഒന്ന്, ഈ ദമ്പതികളുടെ ഒരു മാനസികാവസ്ഥ, അപ്പോൾ അവരുടെ ജീവിതം, അവരുടെ ദാമ്പത്യം, അപ്പോൾ അവരുടെ ദാമ്പത്യവും എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മൾ ഇതിനകത്തുനിന്ന് വായിച്ചെടുക്കണം. അതോടൊപ്പം തന്നെ ഇവർക്ക് ഈ പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾക്ക് അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പോൾ പലരും പറയുന്നത് പോലെ രണ്ട് സൈക്കോ, മാനസികമായിട്ട് വൈകൃതമുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇവർ. അപ്പോൾ അത് ഇപ്പം അവരുടേതായിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ പിന്നിലുള്ള സംഗതി ഇനി എന്താണ്, ഇനി ആഭിചാരക്രിയയുടെ ഭാഗമായിട്ടാണോ? എന്നിട്ട് അത് പറഞ്ഞു കേട്ടു, ഈ ക്രൂരതയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ദമ്പതിമാർക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നു പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വേറെ സംഘങ്ങളുണ്ടാകുമോ എന്നുള്ള സംഗതിയാണ്. അപ്പോൾ ഇത് ഒരേ സമയത്ത് തന്നെ നമ്മൾ ഈ രണ്ട് വ്യക്തികളുടെ മനോവൈകൃതം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ആ ഒരു സൈക്കോ സ്വഭാവം നമ്മൾ പ്രകടമാക്കുന്നതിന് ഉപരിയായിട്ട് ഇതൊരു ഒരു സാമൂഹ്യ വിഷയമായിട്ടാണ് നമ്മളിതിനെ കേരളം ഇതിനെ കാണേണ്ട സാധനം. കാരണം ഇപ്പോൾ ഈ സമീപകാലത്ത് നടക്കുന്ന നമ്മുടെ കഴിഞ്ഞ ഒരു വർഷങ്ങൾ വേണ്ട, കഴിഞ്ഞ ഒരു മാസം എടുത്ത് നോക്കുക. ഈ ഒരു മാസമായിട്ട് എടുത്ത് നോക്കിയിട്ട് നമ്മളുടെ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ 1.5 മാസം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്താണ്? തിരുവോണത്തിൻ്റെ അന്ന് പോലും ചർച്ച ചെയ്തത് ഇവിടെ നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, അതായത് ഈ ടെലിവിഷൻ മാധ്യമം വളരെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ വിഷൻ്റെ വരവോടുകൂടി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ട് പോകണം, ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ കാണണം. അപ്പോൾ ഈ ടെലിവിഷൻ ചാനലിൻ്റെ, അതായത് ഇന്ത്യ വിഷൻ്റെ വരവോടുകൂടി ഈ ഒരേ സമയത്ത് തന്നെ നമ്മൾ ജനായത്വത്തിന് എല്ലാത്തിനെയും തുറന്നു കാണിക്കുക, അടിച്ചമർത്തുന്നതിനെ പുറത്ത് കാണിക്കുക എന്നുള്ള ഒരു അതാണ് മാധ്യമ പ്രവർത്തനം എന്നുള്ളൊരു തെറ്റിദ്ധാരണ പരത്താൻ അവർക്ക് കഴിഞ്ഞെന്നുള്ളതാണ്. ആ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഇതാണ് ജേർണലിസം എന്നങ്ങോട്ട് വയ്ക്കുകയാണ്, ഇതിനപ്പുറം ജേർണലിസം ഇല്ല എന്നുള്ള അവസ്ഥയിൽ. അതിൻ്റെ ഒരു ക്ലൈമാക്സ്, അതിൻ്റെ ഏറ്റവും മാക്സിമം ആയിരുന്നു അത് ഈ കുഞ്ഞാലിക്കുട്ടി രചനയായിട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ തെളിവ് ആ കുട്ടിയുമായിട്ടാണ് ഈ ചാനൽ അവതരിപ്പിക്കുന്ന സാധനം. നിഷേധിക്കാൻ പറ്റുന്നില്ല. അതിനുശേഷം കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചു, അദ്ദേഹം തോൽക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഈ വി കെ കുഞ്ഞാലിക്കുട്ടി, എല്ലാവരും വിചാരിച്ചു ഇതോടുകൂടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അവസാനിച്ചു എന്ന് വിചാരിച്ചു. അതിനുശേഷം പിന്നീട് നമ്മൾ കാണുന്ന അടുത്ത തിരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് മലപ്പുറത്ത് കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷവും മാത്രമല്ല, ഏറ്റവും വലിയ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ക്യാച്ച് എന്ന് പറയുന്നത്, ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, കടൽ കടന്നവനെ പുഴ കാണിച്ച് പേടിപ്പിക്കരുത്. മനസ്സിലായില്ലേ? ഇതോടുകൂടി ഒരു വലിയൊരു വാല്യൂ ഷിഫ്റ്റ് കേരളത്തിലുണ്ടായിട്ടുണ്ട്. മറ്റേത് അതുവരെ ഈ സമയത്തൊക്കെ തന്നെയാണ് പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ വേശ്യാവൃത്തി എന്ന് പറയരുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു സംശയം വേണ്ട, നമ്മുടെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ കാശ് വാങ്ങിക്കൊണ്ട് കേരളത്തിൽ ഈ ടെലിവിഷൻ ചാനലുകളെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരുപാട് പുരോഗമന അൾട്രാ മോഡേണായിട്ടുള്ള ചില സന്നദ്ധ സംഘടനകളും വ്യക്തികളും ഒക്കെ നടന്നിട്ട് ഇതിനെ വേശ്യാവൃത്തി, വ്യഭിചാരം എന്ന് പറയാൻ പാടില്ല, സെക്സ് വർക്ക് എന്നേ പറയാൻ പാടുള്ളൂ. അങ്ങനെ സെക്സ് വർക്കേഴ്സിൻ്റെ മീറ്റിംഗ് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നു. അതിനുശേഷം ഈ ലൈംഗികത എന്നുള്ളൊരു സാധനം, അല്ലെങ്കിൽ വ്യഭിചാരം എന്നുള്ള സാധനത്തിനെ നമ്മൾ യൂണിവേഴ്സലാക്കി, ജനറലൈസ് ചെയ്തു, ശരിക്കും പറഞ്ഞാൽ നോർമലൈസ് ചെയ്തു. അപ്പോൾ ഇതിലൂടെയൊക്കെ ഒരു വലിയൊരു വാല്യൂ ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. ഈ വാല്യൂ ഷിഫ്റ്റ് നടക്കുന്ന സംഭവത്തിൽ ഇതെല്ലാം ബാധിക്കുന്നത് സ്ത്രീ പുരുഷ ബന്ധത്തെയാണ്. അതിനുശേഷം നമ്മളിപ്പം ഈ സൂര്യനെല്ലി കേസ് തൊട്ട് ഞാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞ് ഈ പറഞ്ഞ ഐസ്ക്രീം കേസിനോട് തുടങ്ങി ഇങ്ങോട്ടുള്ള ഓരോ ദിവസവും എടുത്ത് നോക്കിയാലും നമ്മൾ ഈ മെയിൻ ന്യൂസിൽ കാണുന്ന സംഗതി ഈ സെക്സ് ആൻഡ് ക്രൈം ബന്ധപ്പെട്ട സാധനമാണ്. അതിപ്പോൾ മാക്സിമത്തിലേക്ക് എത്തി. ഇപ്പം ഏറ്റവും ഒടുവിലത് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് എത്തി നിൽക്കുകയും ചെയ്യുന്നു, അല്ലേ? അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ്, ഈ ഒരു ഫെർട്ടൈൽ ലാൻഡിലാണ് ഈ പത്തനംതിട്ട നടന്നിരിക്കുന്ന ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ സ്ത്രീ പുരുഷ ബന്ധം എന്നുള്ള സാധനം കേരളത്തിൽ ഏറ്റവും വലിയ, ഒരേ സമയത്ത് ഈ പ്രകൃതിയുടെ നിയമമാണല്ലോ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രബുദ്ധ ബുദ്ധിജീവികളും പിന്നെ സോഷ്യൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ
ഉന്നയിക്കുന്ന വ്യക്തികൾ പറഞ്ഞതിനൊക്കൊന്നുമല്ല മനുഷ്യബന്ധങ്ങളെന്ന് പറയുന്നത്. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ള വാക്ക് പൊതുമണ്ഡലത്തിൽ ഉപയോഗിച്ചിരുന്ന വ്യക്തിയായിരുന്നു ആര്? രാഹുൽ മാങ്കൂട്ടം. അതെ അതെ. രാഹുൽ മാങ്കൂട്ടം ഏത് ചർച്ചയിൽ വന്നാലും അദ്ദേഹം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇല്ലാതെ സംസാരിക്കത്തില്ലായിരുന്നു. ഉം. ഇവിടുത്തെ കേരളത്തിലെ എല്ലാ മാധ്യമ പ്രവർത്തകരും പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ആൾക്കാരാണ്. ഉം. ഇപ്പം മഹാഭാരതത്തിലെ ഇപ്പൊ ശിഖണ്ഡി എന്നുള്ള ഒരു പേര് പോലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമ്മുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ എടുത്തു വരുത്തുന്ന അവതാരകർ പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ കൺഫ്യൂഷനാണ് വരുന്നത് സാർ. ക്ലാരിറ്റി കംപ്ലീറ്റ് നശിച്ചൊരു സമൂഹം, സ്ത്രീ പുരുഷ ബന്ധം അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ. അപ്പൊ ഈ ഒരു പൊതു അന്തരീക്ഷത്തിലാണ് ഇപ്പൊ ഏതൊരു അനുകൂലമായ മണ്ണിലാണോ ഒരു ചെടി കിളിച്ചു വരുന്നത്, ആ ചെടി, ആ മണ്ണിന്റെ പ്രത്യേകതയാണ് ആ ചെടിയിലൂടെ പ്രകടമാകുന്നത് എന്ന് പറഞ്ഞതുപോലെ കേരളത്തിൽ നിന്ന് നിലനിൽക്കുന്ന പൊതുവായിട്ടുള്ള സാമൂഹിക ബന്ധങ്ങൾ, സ്ത്രീ പുരുഷ ബന്ധങ്ങൾ, അതോടൊപ്പം തന്നെ ഈ മാധ്യമം മാറി. പഴയകാല മാധ്യമത്തിൽ നമ്മൾ ഇന്നിപ്പോൾ ജീവിക്കുന്നത് ഡിജിറ്റൽ ഏജിലാണ് ജീവിക്കുന്നത്. അപ്പൊ ഈ ഡിജിറ്റൽ ഏജിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു ധാരണയില്ല. ആ കൺഫ്യൂഷൻ ഇങ്ങനെ ആ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. ഈ ഒരു അവസ്ഥയിലാണ് കൺഫ്യൂഷൻ വരുമ്പോഴത്തേക്കാണ് സകല ആഭിചാരങ്ങളും പുരോഗമനങ്ങളും ഓരോരോ വ്യക്തികൾ ഓരോരോ തിരളിട്ടിറക്കുകയും. ഇതോടൊപ്പം തന്നെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്തറ്റിക്സ് ഒരു സാധനമുണ്ട്, അത് പൂർണ്ണമായിട്ട് ഇല്ലാണ്ടായിപ്പോയി. പിന്നെ അവശേഷിക്കുന്നത് സെക്സ് മാത്രമേ ഉള്ളൂ. ഈ സെക്സ് എന്ന് പറഞ്ഞാൽ 24/7 സെക്സ് ഏർപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് സെക്ഷൽ ഡിസാറ്റിസ്ഫാക്ഷൻ വരുന്നുണ്ട്. ആ ഡിസാറ്റിസ്ഫാക്ഷൻ വരുമ്പോഴാണ് പെർവേർഷനിലേക്ക് പോകുന്നത്, വൈകൃതങ്ങളിലേക്ക് പോകുന്നു, വയലൻസിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള ഒരുപാട് വൈകൃതങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പറയുന്നത് ഇയാളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുമ്പം ഈ ഒരുമിച്ച് ജോലി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു അസാധാരണമായ പ്രവർത്തനമേ ഒരു സ്വഭാവം ഇല്ല. പക്ഷെ ഇവിടെ വെച്ച് ചെന്നിട്ട് മരാമൺ പിന്നെ എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ട് ചിലരാണ് ചെല്ലുന്നത്. അവിടെ ഇയാളെ ബൈക്ക് കയറ്റിക്കൊണ്ട് ചെല്ലുന്നു. എന്നിട്ട് ഭർത്താവ് പറയുന്നതനുസരിച്ച് ഭാര്യയാണ് ഈ മുട്ടുസൂചി എടുത്തു കൊടുക്കുന്നത്, അല്ല സ്റ്റേബിൾ എടുത്തു കൊടുക്കുന്നതെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ എടുത്തു കൊടുത്തിട്ട് ഈ സ്ത്രീയുമായിട്ട് ശാരീരികമായി ബന്ധം പുലർത്തുന്ന പോലെ അഭിനയിക്കാൻ പറയുന്നു. പറഞ്ഞില്ലെങ്കിൽ ക്രൂരമായ മർദ്ദനമാണ് ഉണ്ടാകുന്നത്. അപ്പം പെപ്പർ സ്പ്രേ ഒക്കെ അടിക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഉള്ള അവസ്ഥ അല്ലേ. പിന്നെ കെട്ടി തൂക്കിയിട്ടിട്ട് മർദ്ദിക്കുന്നു. എന്നിട്ട് ഇയാൾ ഇത്രയൊക്കെ മർദ്ദനം ഏറ്റിട്ടും ഇയാൾ പുറത്ത് പറയുന്നില്ല. കാരണം ഒരു നാണക്കേടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഒരേ ദിവസം പത്തനംതിട്ടക്കാരനായ ഒരു യുവാവിനും ആലപ്പുഴക്കാരനായ ഒരു യുവാവിനും ഇതേ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ ഇവർ എന്തെങ്കിലും ഒരു ലക്ഷ്യം വെക്കുന്നില്ലേ? കാരണം ഇവർ പറയുന്നുണ്ട് ഫോണിലൂടെ മറ്റാരോ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്, അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. എന്തായിരിക്കും അതിൻ്റെ? കാരണം ഇവിടെ കേരളത്തിൽ ഇന്നിപ്പം അധോലോകം എന്ന് പറയാൻ പറ്റത്തില്ല. പണ്ട് 2 ലോകം ഉണ്ടായിരുന്നു, അധോലോകവും ഉപരിലോകവും. ഇപ്പൊ 2 ലോകം ഇല്ലാതായി മാറി. ഇപ്പൊ എല്ലാം അധോലോകം ഈ ഉപരിലോകമായി മാറുന്ന ഒരവസ്ഥ വന്നു. നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാം നമ്മൾ പുറത്ത് കാണുമ്പോഴത്തേക്ക് ഈ യുവതിയിലൂടെ വർക്ക് ചെയ്തതാണല്ലോ ഇവര്. അതെ. അപ്പൊ ആ കാഴ്ചയിൽ അവർക്കും തോന്നിയിട്ടില്ല. കാഴ്ചയിൽ എല്ലാവരും ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. പെരുമാറ്റത്തിൽ വളരെ പരിഷ്കൃതം, സംഭാഷണത്തിൽ വളരെ പരിഷ്കൃതം. പിന്നെ പ്രബുദ്ധ കേരളമാണ്, 100% ലിറ്ററസി, എല്ലാവർക്കും ഭയങ്കര ബിരുദങ്ങൾ, ഇതൊക്കെ ഉള്ളൊരു സംസ്ഥാനമാണ്. അപ്പൊ ആർക്കും സംശയം തോന്നത്തില്ല. പക്ഷെ എല്ലാത്തിന്റെ അടിയിൽ നടക്കുന്ന ഒരു സാധനം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഈ ജയേഷും രശ്മിയാണോ അല്ലെ? ജയേഷൻ രശ്മിയും ഭാര്യയും ഭർത്താവുമാണ്. അവരുടെ ദാമ്പത്യം എന്താണെന്ന് ചിന്തിച്ചു നോക്കിയാൽ സിമ്പിൾ തിങ്. ആ ഒരു ഒറ്റ ചോദ്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കേരളം ഇന്ന് നേരിടുന്ന സകല പ്രശ്നങ്ങളും, ഈ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് പെൺകുട്ടികൾ വിവാഹം കഴിക്കുന്നില്ല, എന്തുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം കഴിയുമ്പോഴത്തേക്ക് ഡിവോഴ്സിന് പോകുന്നു, ഇങ്ങനെയുള്ള സകല ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ട് പെൺകുട്ടികളെ ചുട്ടുകൊല്ലുന്നു, ഇതിൻ്റെ എല്ലാ ഉത്തരം ഈ ജയേഷിൻ്റെയും രശ്മിയിലെയും ആ ദാമ്പത്യ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കാശിന് വേണ്ടി എന്ത് ചെയ്യും? അപ്പൊ ഇന്ന് കേരളം എന്ന് പറയുന്നത് ഈ അധോലോകം എന്ന് പറയുന്നത് പണ്ട് 2 ലോകങ്ങളുടെ പേരാണ് അധോലോകം എന്ന് പറയുന്നത്. ഇപ്പൊ ഒറ്റ ലോകമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു പുതിയ ലോകം കണ്ടെത്തേണ്ടി വരുന്നു. അപ്പൊ ഈ പറഞ്ഞ ഈ ലോകം ധാരാളമാണ് കേരളത്തിൽ. ഉദാഹരണത്തിന് പണ്ട് കൊച്ചി നഗരം എന്ന് പറയുന്നത് രാത്രിയിൽ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്ന നഗരമായിരുന്നു, സ്ത്രീകൾക്കുൾപ്പെടെ. ഇന്നിപ്പോൾ പുരുഷന്മാർക്ക് പോലും ആണുങ്ങൾക്ക് പോലും രാത്രി 8 മണി കഴിഞ്ഞാൽ ധൈര്യപൂർവ്വം കൊച്ചി നേരത്തെ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ മാറ്റങ്ങളുടെയൊക്കെ കൃത്യമായ ഒരു പ്രതിഫലനമാണ് ഈ റാന്നിയിൽ നടന്നിരിക്കുന്ന ഇതിന് വൈകൃതം എന്നാണോ പീഡനം എന്നാണോ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കുന്നംകുളം സ്റ്റേഷനിൽ നടന്ന പോലീസ് മർദ്ദനം അല്ലേ, അത് ഇതിൻ്റെ വേറൊരു ഫേസാണ്, സൊസൈറ്റിയുടെ ഒരു സാധനമാണ് ആ കാണുന്ന സാധനം. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഈ പ്രബുദ്ധ കേരളം. എല്ലാത്തിലും നമുക്ക് 1-ാം നമ്പർ ഉണ്ടാക്കിയാൽ മതി അല്ലേ? ഡിജിറ്റൽ സാക്ഷരത 1-ാം നമ്പർ, പൊതു സാക്ഷരത 1-ാം നമ്പർ, കംപ്ലീറ്റ് നമ്മൾ നമ്പർ 1 ആണ്. പക്ഷെ ഈ നമ്പർ 1ന്റെ അവസ്ഥയാണ് നമ്മളിപ്പം ഈ പത്തനംതിട്ട കണ്ടിരിക്കുന്നത്. ഇന്നത്തെ കേരളത്തിന്റെ സാമൂഹിക അവസ്ഥയുടെ കൃത്യമായ ഒരു പിക്ചറാണ് പത്തനംതിട്ട നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതിനെ നമ്മൾ ഒറ്റപ്പെട്ടൊരു സംഭവമെന്നോ ആഭിചാരമെന്നോ ഒക്കെ തള്ളി അങ്ങ് മാറ്റിക്കളഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇതിനേക്കാൾ വൈകൃതങ്ങളുള്ള സംഭവങ്ങൾ
സംഭവിക്കും. ഇതിന്റെ പിന്നിൽ ഈ പറഞ്ഞതുപോലെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ അധോലോകത്തിന് പകരമുള്ള പുതിയ ലോകത്തിന്റെ പേര് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഈ ലോകത്തിന്റെ പിടിയിൽ കേരള സൊസൈറ്റി സാംസ്കാരികമായിട്ടും ഭൗതികമായിട്ടും അമർന്നു കഴിഞ്ഞു എന്നുള്ളതിന്റെ കൃത്യമായ ഉദാഹരണമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.